ഇന്നേക്ക് 15-ാം ദിവസം എൻ്റെ കല്യാണമാണ്. സോ ഗൈസ് ലെറ്റ്സ് സീ ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. മൈ സെൽഫ് ഗായത്രി ആൻഡ് യു വാച്ചിങ് ഗായു ഹിയർ. ഡിസ്ക്ലൈമർ എന്നോളം ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പുലർച്ചെ 4 മണിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദം കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ പനിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഹെൽത്ത് വൈസ് ഒക്കെ ഒന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുവാണ്. കല്യാണമൊക്കെ ആവാറായതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അതേ ഇപ്പോൾ അവർ പോവാറായപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ആക്ച്വലി അവരുടെ ഫേസ് കാണിക്കുന്നത് ശരിയല്ലല്ലോ, അവരുടെ പെർമിഷൻ ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വർക്കിനിരുന്നു. അന്നേരമാണ് അവിടെ ഈ ഐ പാച്ചസ് ഇരിക്കുന്നത് കണ്ടത്. എന്തായാലും ഒന്ന് റീഫ്രഷ് ആവുകയും വേണം. പിന്നെ നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഞാൻ കുറച്ച് മാസങ്ങളായി കാത്തിരുന്നൊരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത് കേട്ടോ. വേറൊന്നല്ല, നാളെ എൻ്റെ ഫിയാൻസെ നാട്ടിലെത്താണ്. സോ നാളെ കുറച്ച് പരിപാടികളുണ്ട്. ഐ പാച്ചസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അത് അടിപൊളിയാക്കാമെന്ന് കരുതിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് എനിക്ക് വർക്കില്ലാത്ത സമയത്ത് മാത്രമാണ് കേട്ടോ. അല്ലാതെ വർക്ക് കോംപ്രമൈസ് ചെയ്ത് ഞാൻ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യാൻ പോകാറില്ല. ഇനി അങ്ങനെ ആർക്കും തോന്നരുത് എന്ന് കരുതി പറഞ്ഞതാണ്. നാളത്തെ ദിവസത്തെ ആലോചിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലും തോന്നുന്നില്ല. ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് കാലമായി ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ട്. മാത്രമല്ല ഞങ്ങളുടെ മാരേജ് അടുത്തേക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം കൂടെ. അങ്ങനത്തെ ഇതായിരുന്നു കേട്ടോ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ്. ഇന്നാണെങ്കിൽ എനിക്ക് 5 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നാളെ എന്തായാലും എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.